തുമ്പിനാടെ കൊണ്ട് കൊടുത്താ? അല്ലമ്മേ, ഇതെങ്ങനെ ഇവിടെ എത്തി? ഇതെങ്ങനെ എത്തിന്നോ? പായസം കുടിക്കുമ്പോ ഓർമ്മല്ലേ നീ? പായസമോ? എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. പിന്നെ ആരത് കുടിച്ചേ? ലച്ചുവിനും പാറൂസിനും നന്ദൂട്ടനും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. നിനക്കുള്ളത് ഈ വച്ചീനി, നീ ഉറങ്ങല്ലേനിയോ? പാറു, നീ കുടിച്ചോ? ഇല്ലമ്മേ, അമ്മ തന്നതേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. അവനാവും. ആര്? നന്ദു, അല്ലാതെ ആര്? അവനൊന്നും ആവൂല, അവൻ ഇവിടെ ഒന്നും കാണുന്നില്ല. എന്നാ അവൻ തന്നെ പിടിക്കപ്പെടുന്ന പറഞ്ഞപ്പോ അവൻ മുങ്ങിയതാവും. എനിക്ക് ഇപ്പൊ തന്നെ പായസം വേണം. അമ്മ പിന്നുണ്ടാക്കി തരാ. വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ വേണം. ദേവു നിന്നോടല്ലേ പറഞ്ഞ് പിന്നുണ്ടാക്കി തരാന്ന്? വേണ്ട പറഞ്ഞില്ലേ? ഈ തർക്കിച്ച് നിൽക്കാതെ ഇത് കൊണ്ടു കൊടുത്താ? ഞാൻ കൊണ്ടു കൊടുക്കില്ല. എനിക്ക് പായസം വേണമെന്ന് പറഞ്ഞാ വേണം. ഞാൻ നിന്നോട് മര്യാദക്കല്ലടി പറഞ്ഞേ, സാധനം മേടിച്ചിട്ട് പിന്നുണ്ടാക്കി തരാ. വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കണം. എന്നാ സാധനം ഒന്നും ഇല്ലാതെ മോൾ ഉണ്ടാക്കിയോട്, ഞാൻ അത് കൊണ്ടു കൊടുത്തു വരാം. അവൻ എന്റെ കൈ കിട്ടിയണ്ടല്ലോ, വിടമാട്ടേ. ദേവു വാ കളിക്കാം. ദേവുവിന് എന്ത് പറ്റി? ചേച്ചിയുടെ പായസം നന്ദൂട്ടൻ കുടിച്ച്. അത് സൂപ്പറായി. ദേവസ്മാനെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടേ. അയ്യോ, ദേഷ്യത്തിലാണല്ലോ മേഡം. എന്നിട്ട് അവനെവിടെ? എനിക്കറിയില്ല. എന്റെ അടുത്തുനിന്ന് കിട്ടുന്ന പറഞ്ഞപ്പോ അവൻ മുങ്ങിയതായിരിക്കും. അതൊക്കെ പോട്ടെ, പായസൊക്കെ നമുക്ക് പിന്നെ കുടിക്കാം. വാ കളിക്കാം. ഞാനും ഉണ്ട്. എന്നാലും അവനെവിടെ പോയി? ദേവസ്മാനെ പറയല്ലേ, ഞാൻ അങ്ങനെ ചെയ്യടാ. ദേവേച്ചി, നന്ദൂട്ടന് ദാ മരത്തിന്റെ മണ്ടയില്. നീ എങ്ങനെയാടാ അവിടെ എത്തിയേ? എല്ലാ തൂണിലും തുരുമ്പിലും ഞാൻ എത്തിയിരിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ മോൻ ഇങ്ങോട്ട് ഇറങ്ങ്. എന്താന്നറിയില്ല, ഇവിടെ ഇരിക്കാൻ നല്ല സുഖം. എന്നാ നീ അവിടെ തന്നെ ഇരുന്നോ. പാറൂസ് പോയി വടി എടുത്തോണ്ടെന്നാ, നിന്നെ ഞാൻ എറിഞ്ഞു വീട്ടിയോളാം. അയ്യോ വേണ്ട, എന്റെ പായസം മുഴുവൻ കട്ട കുടിച്ചിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? മര്യാദയ്ക്ക് എനിക്ക് പായസം ഉണ്ടാക്കി തന്നോ. ഞാൻ എങ്ങനെ ഉണ്ടാക്കി തരാനാ? എനിക്കൊന്നും അറിയാൻ മേല. കുടിക്കാൻ മോൻ അറിയായിരുന്നല്ലോ. തുമ്പിയേച്ചി, എന്റെ ഉണ്ണിക്കുട്ടനെ കണ്ടോ? അവന് വീട്ടിലുണ്ടാവുമല്ലോ. ഇല്ല, അവിടെ നോക്കി. പിന്നെ അവൻ എവിടെ പോവാനാ? നിന്റെ ഉണ്ണിക്കുട്ടനല്ല, എന്റെ ഉണ്ണിക്കുട്ടനാ. ഇപ്പൊ കിട്ടും. അയ്യോ, ഉറുമ്പ് കടിക്കുന്നേ. അയ്യോ നന്ദൂട്ടാ, വല്ലതും പറ്റിയോ? ഇതൊക്കെ എന്ത് പാത്തൂസേ? പാത്തു, ആ കയ്യൊന്ന് താ. അയ്യോ പാത്തൂസേ, പിന്നെ കാണാവേ. നീ ഓടിക്കോ, എത്ര വരെ ഓടും? നീ വീട്ടിലേക്ക് തന്നെ വരില്ലേ? മുടി വിട് പാറുക്കുട്ടി. ഇല്ലടി, ഞാൻ വിടില്ല. പാറു, അവളെ മുടി വിട്ടേക്ക്. ഇല്ല ഇല്ല ഇല്ല, ഇവളിതെന്താ പറയുന്നേ? നമുക്ക് വട്ടായോ? എടി പാറു. അയ്യോ, സ്വപ്നമായിരുന്നോ? എന്താ നീ കണ്ടത്? ചിന്ന ഉണ്ണിക്കുട്ടനും കല്യാണം കഴിക്കുന്നതാ കണ്ടത്. മുട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പോഴേക്കും അവര് കല്യാണം കഴിക്കല്ലേ. ഓരോ ഉടായ്പ സ്വപ്നമായിട്ട് വരും, മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ. ചേച്ചിനോട് ആരാ എന്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞേ? അമ്പട പുളുസു, മോളെ പേര് എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഇത് എന്റെ നന്ദൂട്ടന്റെ റൂമാ. ഇപ്പൊ കിട്ടും. ദേവു, രാവിലെ തന്നെ തുടങ്ങിയോ? ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, അവരെ കാണുന്നില്ലല്ലോ. എന്താ വരാത്തെ? പിന്നെ ചേച്ചി, ഞാനാവട്ടെ അമ്മ? അതൊന്നും ശരിയാവില്ല. അതെന്താ? പിന്നെ ഞങ്ങളോ, മക്കളോ? ഇപ്പൊ നടന്നു തന്നെ. എന്താ ചേച്ചി, എപ്പോഴും നിങ്ങളൊക്കെ തന്നെ ലാവല്? ഇനിയും അങ്ങനെ ആയാ മതി. ദേവു, ഞങ്ങളെത്തി. പാറൂസിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഓക്ക് അമ്മയാവണല്ലോ. അതിനാണ് മുഖം വീർപ്പിച്ച് നിൽക്കുന്നേ. ഇപ്പൊ പൊട്ടി പോവല്ലോ. എന്നാ അവൾ അമ്മ ആയിക്കോട്ടെ. എന്നും നമ്മളല്ല ആവാറ്, അപ്പൊ അവക്ക് ഒരു പൂതി ഉണ്ടാവൂലേ? പാറേച്ചി സത്യമായിട്ട് പറഞ്ഞേ? ആടാ, നീ അമ്മ ആയിക്കോ. ചേച്ചി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നേ? അല്ല, അവരൊക്കെ എവിടെ? ഉണ്ണിക്കുട്ടൻ ഉസ്മാനും പാത്തോനെയും വിളിക്കാൻ പോയതാ. നന്ദൂട്ടൻ എവിടെ? അവൻ അങ്ങോട്ട് വന്നില്ലായിരുന്നോ? അവന് ഉസ്മാനും പാത്തോനെയും വിളിക്കാൻ ഉണ്ണിക്കുട്ടന്റെ കൂടെ പോയിട്ടുണ്ട്. ഞങ്ങളെത്തി. അല്ല ഉസ്മാനെ, പാത്തു ഉണ്ണിക്കുട്ടനെവിടെ? അവര് വീട്ടിൽ പോയി. അതെന്തേ? അപ്പൊ അവര് കളിക്കാനില്ലേ? എന്താ ഉണ്ടായി പറ. വരുന്ന വഴിക്ക് ഉണ്ണിക്കുട്ടൻ പാത്തുനെ കളിയാക്കി. അത് പാത്തോന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവള് ഉണ്ണിക്കുട്ടനെയും കളിയാക്കി. അങ്ങനെ രണ്ടു വഴക്കായി. പിന്നെ രണ്ടു വീട്ടിലേക്ക് പോയി. അയ്യോ, അപ്പൊ അവരില്ലേ കളിക്കാൻ? അവര് പിന്നെ വന്നോളും, നമുക്ക് കളിക്കാം. അല്ല, നിങ്ങൾ ചിന്നൂനെ വിളിച്ചില്ലേ? അവള് വരുന്നുണ്ട്. ചേച്ചി, അവള് വേണ്ട. അതെന്താ? അവള് വേണ്ട. അവളുണ്ടായ ഞാൻ ഉണ്ടാവില്ല. നെയ്യ് വേണ്ട. അപ്പൊ അത് കലക്കും. ഒരു കുരിശ് പോയി. നീ പോടാ കൊസ്മാനെ. ദേ പാറുക്കുട്ടി, ഞങ്ങളുണ്ട് കളിക്കാൻ. നിങ്ങളല്ലേ കളിക്കാനില്ലാന്ന് പറഞ്ഞു പോയേ? അതപ്പം ഇപ്പൊ ഞങ്ങളുണ്ട് അല്ലേ പാത്തു? അപ്പൊ നിങ്ങൾ പിണക്കൊക്കെ മാറിയോ? അതൊക്കെ എപ്പോഴേ മാറി. അല്ല, ചിന്നു വന്നില്ലേ? ഒരു ചിന്നു ചിന്നു ചിന്നു. അവളില്ലാതെ നിങ്ങൾക്കൊന്നും കളിക്കാൻ കഴിയില്ലേ? നീ ഇതെന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? പിന്നെ ചൂടാവാതെ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചിന്നു വന്നില്ലെന്നല്ലേ ചോദിച്ചേ? നിനക്കെന്താ കണ്ണു കണ്ടൂടെ? അവളിവിടെ ഇല്ലല്ലോ. അപ്പൊ വന്നില്ലാന്നറിയില്ലേ? പിന്നെ ചോദിക്കണോ? എടാ ഉണ്ണിക്കുട്ടാ, ഇവക്ക് വട്ടായി. നിനക്കാ വട്ട്. ഞാൻ വന്നു. എന്നാ നമുക്ക് കളിക്കാം. ഇപ്രാവശ്യം പാറൂസ് അമ്മയാവും. പാറൂസോ? എന്തേ, ഞാൻ തന്നെ. നിനക്ക് ഇഷ്ടായില്ലേ? ഇല്ല. നെയ്യ് വേണ്ട. രണ്ടും നിർത്തുന്നുണ്ടോ? പാറും പാത്തും ചിന്നും അമ്മയാവട്ടെ. നീ ഓരോരുത്തരും അമ്മമാരെ തെരഞ്ഞെടുത്തോളി. എന്റെ അമ്മ പാത്തു, എന്റെ ചിന്നു, എന്റെ തിന്ന പാറൂസ്. അപ്പൊ എല്ലാവർക്കും അമ്മായില്ലേ? ഇനി അച്ഛന്മാരല്ലേ വേണ്ടേ? എന്റെ ചിന്നു, എന്റെ ഉണ്ണിക്കുട്ടൻ. ഇപ്പൊ കിട്ടും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നേ? പിന്നെ ഞങ്ങൾ ഉണ്ടാവില്ല കളിക്കാന്. അയ്യോ, എന്നാ പാറൂസ് എടുത്തോട്ടെ ഉണ്ണിക്കുട്ടനെ. എല്ലാവർക്കും ഉണ്ണിക്കുട്ടനെ മതി. ഞാൻ പറയാ, പാറൂസും ഉസ്മാനും, ചിന്നു ഉണ്ണിക്കുട്ടനും, പാത്തും നന്ദുട്ടനും.
ബംഗ്ലാവ് എത്താനായില്ലേ? കുറച്ചുകൂടി അങ്ങോട്ട് പോണം എന്നാ തോന്നുന്നേ. മാഡത്തിനെ കുറെ പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടുന്നില്ല. ഒരു റേഞ്ചും ഇല്ലാത്ത പട്ടിക്കാടായി പോയി. ഇനിയിപ്പൊ എന്തായാലും കുറച്ചുകൂടി പോയി നോക്കാം. അല്ല, മാഡം പറഞ്ഞത് 2 പിള്ളാരെ. ഒരാളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആദ്യം നമുക്ക് ബംഗ്ലാവ് കണ്ടുപിടിക്കുക. ഈ തലയിൽ ഇരിക്കുന്നതിനെ അവിടെ ഇട്ട് കുട്ടികളെ തപ്പി ഇറങ്ങാം. എന്നാ വാ. അയ്യോ, അവര് പറഞ്ഞത് കേട്ടോ? കേട്ടോ, ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. അവർക്ക് ആരെ പാറിച്ച് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന സംഘം അത്. അയ്യോ, ഒച്ച വെക്കല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാ? അവരുടെ അടുത്തൊരു കുട്ടിയുണ്ട്. അതെ, ആ കുട്ടിയെ നമുക്ക് രക്ഷിക്കണം. രക്ഷിക്കാനോ? അതും നമ്മൾ എങ്ങനെ? അതല്ലേ, നമ്മൾ എങ്ങനെ രക്ഷിക്കും? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ആദ്യം നമുക്കൊരു പ്ലാൻ വേണം. പിന്നെ നമ്മളിൽ കുറച്ചു പേര് വീട്ടിലേക്ക് തന്നെ പോകണം. അതെന്തിനാ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം പോവേണ്ടവരാരെല്ലാം ഞാൻ പറയാം. പാത്തു, ദേവു, നന്ദു, ഉണ്ണിക്കുട്ടൻ, ചിന്നും, പാറു. അപ്പൊ പിന്നെ നമ്മളല്ലേ ചേച്ചി ഉണ്ടാവും? ഞാൻ പോവൂല. പാറു പോയേ പറ്റൂ. ഞാനും പോവൂല. നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കേണ്ട ടൈം അല്ലത്. പാറു, ഞാൻ പോണോ? വേണം. നീ പോയാലേ ശരിയാവും. അമ്മമാര് ഞങ്ങൾ എവിടെയെന്ന് ചോദിക്കുമ്പോ നീ എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കണം. അതാ ഞാൻ കുറച്ചു പേരോട് വീട്ടിലേക്ക് പോവാൻ പറഞ്ഞേ. എന്റെ അമ്മ അവിടെ ഇല്ല. ആന്റിന്റെ വീട്ടിൽ പോയതാ. വൈകുന്നേരം വരൂ. പാർച്ചേച്ചിന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാ നീ ഇവിടെ നിന്നോ. അമ്മ കളിക്കാൻ പോയതാ വിചാരിച്ചോളൂ. ഉണ്ണിക്കുട്ടാ, നീ എന്തായാലും പോണം. അമ്മ ചോദിക്കുമ്പോ ഞങ്ങൾ ദേവുവിന്റെ അവിടെ കളിക്കാന്ന് പറയണം കേട്ടോ. അത് ഞാൻ ഏറ്റു. ഞാൻ പോവൂല. എന്നാ അവള് ഞങ്ങളെ കൂടെ പോന്നോട്ടെ. അമ്മ ചോദിക്കുമ്പോ നീ എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കണം കേട്ടോ.